നോക്കൂ, ഇപ്പോൾ ഇതിനെ വളരെ പെട്ടെന്ന് ആളുകൾ സ്വീകരിക്കുന്നത് ഒരു രീതിയുണ്ട്. ഇപ്പം കേന്ദ്ര സർക്കാർ ഈ അഴിമതിക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ഒരു വിഭാഗം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അരുണും നികേഷും ഒക്കെ വളരെ കൃത്യമായി സൂചിപ്പിച്ചു എങ്ങനെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സ്റ്റോർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. പല ആളുകളെ പല രീതിയിൽ റെയ്ഡും ഒക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം സമാഹരിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ പരിപാടി. അതിലേക്ക് ഞാൻ വിശദമായി പോകുന്നില്ല, അത് വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് നോക്കൂ, ഇവിടെ ഒരു രാജ്യത്തെ സർക്കാരിനെ താഴത്ത് വീഴ്ത്തിയ റിപ്പോർട്ടാണ് 2014 CNDG റിപ്പോർട്ട് എന്ന് പറയുന്നത്. 2014 CNDG റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ UPA സർക്കാരിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിച്ചത്. അത് ഈ 2G സ്പെക്ട്രമായിട്ടും ഈ പറയുന്ന ഈ കോൾ സ്കാം ഉണ്ടല്ലോ, ഈ കൽക്കരി കുംഭകോണം, അതേപോലെ കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഈ സർക്കാർ പൂർണ്ണമായും അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ പ്രചരിക്കപ്പെടുകയും അത് ആളുകൾ ബോധ്യപ്പെടുകയും അങ്ങനെ ആ സർക്കാർ തന്നെ പുറത്തു പോവുകയും ചെയ്തു. അങ്ങനെ ആ റിപ്പോർട്ടിൻ്റെ ബലത്തിലാണ് 2014 യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. കാരണം ജനങ്ങൾക്ക് ഈ സർക്കാർ അഴിമതി സർക്കാരാണെന്ന് ഇതെങ്ങനെയും പോയാൽ മതി എന്നുള്ളതായിരുന്നു. ആ സമയത്താണ് നരേന്ദ്രമോദിയെ പോലൊരു ഒരു ഐക്കൺ ഉയർന്നു വരികയും അതിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് BJP അധികാരത്തിൽ വരികയും ചെയ്ത 2004 മുതൽ 2014 വരെ BJPയുടെ സാന്നിധ്യം പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു റിപ്പോർട്ടാണ് അതിനൊക്കെ വഴിവെച്ചത്. എന്നാൽ ഈ സർക്കാരുണ്ടല്ലോ, ഈ നരേന്ദ്രമോദി സർക്കാർ 2023 വയർ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു, ദ വയർ. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ 3 ഓഡിറ്റ് ഓഫീസേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്തു. CAGയിലെ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലുള്ള ആളുകളാണ്, IA and AS. വളരെ പ്രധാനപ്പെട്ട 3 ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്തത്. റീസൺ എന്താണെന്ന് അറിയാമോ? ഒന്ന്, ദ്വാരക എക്സ്പ്രസ് വേയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ കണ്ടെത്തി. അതേപോലെ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ടല്ലോ, വലിയ സർക്കാരിൻ്റെ വളരെ പ്രൈം പ്രോജക്റ്റാണ്. ജനങ്ങൾക്ക് ഈ ജീവൻ ഔഷധിയൊക്കെ നൽകുന്ന മരുന്നുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൽ അഴിമതി ഉണ്ട് എന്ന് കണ്ടെത്തി. അപ്പോൾ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ വന്ന വലിയൊരു അഴിമതിയെ അവർ റിപ്പോർട്ട് ചെയ്തു. ഭാരത് ആയുഷ്മാൻ എന്ന് പറഞ്ഞ പദ്ധതിയിൽ ഒരു വലിയ അഴിമതിയെ റിപ്പോർട്ട് ചെയ്തു. ഈ 3 ഉദ്യോഗസ്ഥരെയും ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു. ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല. ഇന്ന് ഇന്ത്യയിൽ CNDG എത്ര കാര്യങ്ങളെ, ഏതൊക്കെ മന്ത്രാലയങ്ങളെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളൊന്ന് അന്വേഷിക്കണം. ഈ പറയുന്ന അഴിമതിക്കെതിരായി വലിയ ക്രൂസൈഡ് നടത്തുകയാണല്ലോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ വെച്ചിട്ട്. ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളാണ് ആകപ്പാട് അഴിമതി നടത്തുന്നത്. അവർക്ക് ഒരു അധികാരവും ഇല്ലാതിരിക്കുമ്പോഴാണ് അവർ ഈ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ആ ക്രൂസൈഡ് നടത്തുമ്പോൾ ഈ പറയുന്ന മുഖത്ത് നമ്മൾ കണ്ണാടിയൊന്ന് തിരിച്ചും വെക്കണമല്ലോ. ഞാൻ പറയുന്നത് ഈ ഭരണപക്ഷത്തുള്ള ആരും അഴിമതിക്കാരല്ല എന്ന് നമുക്കങ്ങ് വിശ്വസിക്കാം. ശരി, അതുകൊണ്ടാണ് അവരെ ഒന്നും ED പിടിക്കാത്തത്, CBI അന്വേഷിക്കാത്തത് എന്നൊക്കെ നമുക്കങ്ങ് വിശ്വസിക്കാം. പക്ഷേ CNDG റിപ്പോർട്ടുണ്ടല്ലോ, ആ 2 റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്ന അഴിമതിയുടെ അടിസ്ഥാനത്തിൽ 3 ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്തല്ലോ. ആ ട്രാൻസ്ഫർ ഈ പറയുന്ന ഒരു റിപ്പോർട്ടും പാർലമെൻറ്റിൽ വെക്കുന്നില്ല. CNDGയുടെ ഒരു റിപ്പോർട്ടും പാർലമെൻറ്റിൽ വെക്കുന്നില്ല. നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ രീതിയിൽ സ്വന്തം പാളയത്തിലെ അഴിമതി പരമാവധി മൂടി വയ്ക്കുകയും അഴിമതി നടത്തുന്നവരെ സംരക്ഷിക്കുകയും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അഴിമതി നടത്തിയിട്ട് തങ്ങളുടെ പാളയത്തിലേക്ക് വരാൻ തയ്യാറാകുന്ന എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് ഈ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന രീതിയിൽ വൃത്തിയാക്കി എടുക്കുകയും അവരെയൊക്കെ നല്ല ആളുകളാക്കി മാറ്റുകയും അവർക്ക് വലിയ അധികാരങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് BJP. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സർക്കാർ ഇപ്പോൾ EDയെ കൊണ്ടുവന്നിട്ട് ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിനകത്തൊക്കെ ചില ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ 100 കോടിയുടെ അഴിമതിയല്ലേ കാണിച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് അത് അന്വേഷിക്കപ്പെടാതിരുന്നുകൂടാ? അന്വേഷിക്കപ്പെടണം. ഇതിപ്പം പറഞ്ഞു വന്നപ്പോൾ ഒരു 600 കോടിയുടെ അഴിമതിയോളം ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇതെല്ലാം അന്വേഷിച്ചോട്ടെ, അന്വേഷിക്കുന്നതിനകത്തൊന്നും എതിർപ്പില്ല. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അന്വേഷണത്തിന് പിന്നിലെ ഇൻറ്റൻഷനാണ്. ആ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ മോട്ടീവാണ്. അതായത് രാജ്യത്തെ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കുക, ഏതെങ്കിലും തരത്തിലുള്ള എതിർ ശബ്ദങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ പിടിച്ച് ജയിലിടുക, ആ ജയിലിടാൻ പാകത്തിൽ ഓരോ അന്വേഷണ ഏജൻസികളെയും പൊളിറ്റിക്കൽ ടൂളാക്കുക. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായി എതിർത്തേ പറ്റുള്ളൂ. മറ്റ് കേസൊക്കെ പിന്നെയാണെന്നേ. രാജ്യത്ത് ആദ്യം ജനാധിപത്യം പുലരണം, രാജ്യത്ത് ആദ്യം ബഹുസ്വരത പുലരണം, നമ്മുടെയൊക്കെ പൗരാവകാശങ്ങൾ ആദ്യം സംരക്ഷിക്കപ്പെടണം. ഈ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെട്ടതിന് അത് ഉറപ്പാക്കുക എന്നുള്ളത് ഒരു ജനത എന്ന നിലയിൽ നമ്മൾ ഉത്തരവാദിത്തമാണ്. നമുക്ക് സമൂഹത്തോടൊരു ഉത്തരവാദിത്വം ഉണ്ടാകണം, ഭാവി തലമുറയോടൊരു ഉത്തരവാദിത്വം ഉണ്ടാകണം. ആ ഉത്തരവാദിത്വമാണ് ആദ്യം നിർവഹിക്കേണ്ടത്. അതിനുശേഷമാകാം മറ്റു കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിഷ്കളങ്കമായി അഴിമതിക്കെതിരെ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിഷ്കളങ്കമായി അഴിമതിക്കെതിരെ ഒരു ക്രൂസൈഡ്, ഒരു കുരിശ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാരും കരുതണ്ട. കേന്ദ്ര സർക്കാർ തന്നെ വലിയ അഴിമതിയിലാണ് മുങ്ങിക്കുളിച്ചിരിക്കുന്നത്. അധികാരമുള്ളതുകൊണ്ട് ആ റിപ്പോർട്ടുകളെല്ലാം അവർക്ക് പൂഴ്ത്തിവെക്കാൻ കഴിയുന്നു. നാളെ ഒരു ദിവസം ഇതെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പൊളിറ്റിക്കൽ മോട്ടീവായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ജനാധിപത്യ വിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് ജനത മനസ്സിലാക്കുകയും ജനങ്ങൾ മനസ്സിലാക്കുകയും അവരവരുടെ പൗരാവകാശം നന്നായി വിനിയോഗിക്കുകയും അങ്ങനെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഏകാധിപത്യ അധികാര കേന്ദ്രങ്ങളെ ഇല്ലായ്മയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്.
Meet the editors.